എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നെ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ക്രിസ്തീയ ഭക്തിഗാനങ്ങളിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 വരികളാണിത്. ഇതിൽ 2ലും പറയുന്നത് സ്നേഹത്തെക്കുറിച്ചാണ്. നമ്മുടെ ബുദ്ധിമുട്ടുകൾ കണ്ടു നമുക്ക് ആവശ്യം വരുമ്പോഴും നമ്മൾ നെഞ്ചോട് ചേർക്കുന്ന, നമ്മൾ പൊതിഞ്ഞു പിടിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് അല്ലേ? നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ചെറിയ കുട്ടികൾ തൊട്ട് വലിയവർ വരെ എല്ലാവർക്കും നമുക്കൊരു വിഷമം വരുമ്പോൾ, നമുക്കൊരു സങ്കടം വരുമ്പോൾ, ഒരു സന്തോഷം വരുമ്പോൾ, അല്ലെങ്കിൽ ആരും ഇല്ലെന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ അമിതമായി ദേഷ്യപ്പെടുമ്പോൾ, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ആരെങ്കിലും ഒന്ന് വന്ന് നമ്മളെ പൊതിഞ്ഞ് പിടിച്ചിരുന്നെങ്കിൽ, ഒന്ന് കെട്ടിപ്പിടിച്ച് നെഞ്ചോട് ചേർത്തിരുന്നെങ്കിൽ എന്നെല്ലാവർക്കും ആഗ്രഹമാണ് അല്ലേ? സയൻറ്റിഫിക്കലിയും അതങ്ങനെയാണ്. നമ്മൾ ഒരുപാട് ഓക്സിറ്റോക്സിനൊക്കെ റിലീസ് ചെയ്ത് നമ്മൾ റിലാക്സ് ആവും അല്ലേ? അപ്പം നമ്മൾക്ക് മറ്റുള്ളവർ നമ്മളെ പൊതിഞ്ഞ് പിടിക്കണം, കുഞ്ഞിനെ പോലെ ചേർത്ത് പിടിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അതുപോലെ നമ്മളും നമ്മുടെ കൂടെയുള്ളവരെ ചേർത്ത് പിടിക്കണം, പൊതിഞ്ഞ് പിടിക്കണം, നെഞ്ചോട് ചേർത്ത് പിടിക്കണം. അവരുടെ സങ്കടങ്ങളിൽ സന്തോഷങ്ങളിലൊക്കെ ശ്രമിച്ചു നോക്കണം. ഇനി നമുക്ക് അങ്ങനെ ചെയ്തു തരാൻ ആരുമില്ലെങ്കിൽ, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടവരോട് തന്നെ വഴക്കിട്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ചിലപ്പോൾ നമ്മളെ തന്നെ സമാധാനിപ്പിക്കേണ്ടി വരും. അപ്പോൾ അല്ലെങ്കിൽ ആരുമില്ലാത്ത സമയത്ത് നമുക്ക് ആരുമില്ലെന്നുള്ള തോന്നൽ വേണ്ട. നമ്മുടെ കൂടെ നമ്മൾ തന്നെയാണ് എപ്പോഴും ഉള്ളത്. സെൽഫ് ലവ് ആണ് ഏറ്റവും വലിയ ലവ് എന്ന് എന്നെ പഠിപ്പിച്ചത് വേറെ ആരുമല്ല, എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. പുള്ളിയുടെ അടുത്ത് എപ്പോൾ ചോദിച്ചാലും പുള്ളി പറയും പുള്ളിക്ക് ഏറ്റവും ഇഷ്ടം പുള്ളീനെയാണ്, അത് കഴിഞ്ഞിട്ടാണ് വേറെ ആരുമുള്ളതെന്ന്. ആദ്യമൊക്കെ എനിക്ക് ദേഷ്യം തോന്നായിരുന്നെങ്കിലും പ്രായം കൂടുന്നവരെ എനിക്ക് മനസ്സിലായി, എത്രയൊക്കെ അടുത്ത റിലേഷൻഷിപ്പ് ആണെങ്കിലും എത്രയൊക്കെ ക്ലോസ് ആണെങ്കിലും ചിലപ്പോഴൊക്കെ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന പോലെ തോന്നും. അപ്പം നമ്മളെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മളാണ്, നമ്മൾ കെട്ടിപ്പിടിക്കേണ്ടത് നമ്മളാണ്. സെൽഫ് ഹഗ് കേട്ടിട്ടില്ലേ? സെൽഫ് ഹഗ് എന്ന് പറഞ്ഞാൽ എന്താ? ബട്ടർഫ്ലൈ ഹഗ് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളെ ചേർത്ത് പിടിക്കുക, നമ്മൾ കെട്ടിപ്പിടിച്ചിട്ട് പറയുക, സാരില്ല പോട്ടെ, എല്ലാം ശരിയാവും അല്ലേ? നമ്മുടെ ഉള്ളിൽ നിന്നാണ് സന്തോഷവും സങ്കടവും വിഷമവും സമാധാനവും എല്ലാം വരുന്നത്. നമ്മളെ തന്നെ കെട്ടിപ്പിടിക്കുക, സെൽഫ് ഹഗ് ചെയ്യാൻ പഠിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക.